കുമാരനാശാൻ ചരമശതാബ്ദിയോടനുബന്ധിച്ച് സെമിനാറും പുരസ്കാര സമർപ്പണവും നടന്നു. വ്യാസ ആർട്സ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് സെന്റർ തിരുവനന്തപുരം ദി സൗത്ത് പാർക്ക് ട്രാവൻകൂർ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മലയാള ഭാഷയ്ക്ക് ശക്തിയും ചൈതന്യവും പകർന്നു നൽകിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടക്കാലത്ത് തളർന്നുപോയ മലയാളത്തിന് ഊർജം പകർന്നത്, മലയാള ഭാഷയ്ക്ക് കരുത്ത് പകർന്നത് ഈ കവിത്രയങ്ങളായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇന്നും അവരുടെ കവിതകളെയും അവരുടെ എഴുത്തുകളെയും ജനങ്ങൾ മാനിക്കുകയും ജനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പം വഴിമുട്ടി നിന്ന മലയാള കവിതയ്ക്ക് പുതുവഴി തുറന്ന് മോചനം നൽകിയ മഹാകവിയാണ് ശ്രീ കുമാരനാശാൻ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, നിരൂപകന്മാർ മുഴുവൻ വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. കുമാരനാശാൻ കവികളുടെ മഹാകവിയായിരുന്നു എന്നാണ് പരക്കെ സ്ഥാപിച്ചിട്ടുള്ളത്, പരക്കെ അറിയപ്പെടുന്നത്. കാവ്യകലയുടെ മഹത്വത്തെപ്പറ്റിയും വ്യാപ്തിയെക്കുറിച്ചും ആശാന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് തൂലിക കൽപ്പിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന മഹാകവിയായിരുന്നു ആശാൻ. മലയാള കവിതയിലെ നവവസന്തത്തിൻ്റെ ഉണർത്തുപാട്ടുകാരനായിരുന്നു കുമാരനാശാൻ. ആധുനിക മലയാള സാഹിത്യത്തിനും ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത്, കവികൾക്കും പ്രചോദനം നൽകിയിട്ടുള്ളത് കുമാരനാശാനാണ് എന്ന് നമുക്ക് ഭാഷയെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മലയാള കവിതയിലെ കലാശില്പ സൗഭാഗ്യവും ഔചിത്യബോധവും മർമ്മജ്ഞതയും ആശയസമ്പത്തും കൊണ്ട് അനുഗ്രഹീതമാണ് ആശാൻ കവിതകൾ. ആശാൻ കവിതകൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ ചുണ്ടുകളിൽ കൂടുതൽ വ്യാപരിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ സത്യം. ആധുനിക മലയാള കവിത യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ആശാന്റെ വീണപൂവിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നു. മലയാള കവിതയിലെ പരിവർത്തനത്തിന് തുടക്കമായിരുന്നു വീണപൂവ്. മനുഷ്യജീവിതത്തിന്റെ ഗതിവിഗതികളെ ഭംഗിയായി അവതരിപ്പിക്കുന്ന വീണപൂവ് ഒരു കാലഘട്ടത്തിൻ്റെ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിൻ്റെയും സൗഭാഗ്യമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിരർത്ഥകതയെപ്പറ്റി നടത്തുന്ന ദുഃഖസാന്ദ്രമായ വിചിന്തനമാണ് ആശാന്റെ വീണപൂവ്. ദുഃഖവും പ്രയാസവും മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരണം ഈ വീണപൂവിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. യോഗത്തിൽ മുൻ MP പന്ന്യൻ രവീന്ദ്രൻ വിശിഷ്ടാതിഥിയായി. വിൽസൺ തൈക്കാട്ടിൽ, AP ജിനൻ എന്നിവരുടെ കേരളം വിൽക്കാനുണ്ട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും എഴുത്തുകാരെ ആദരിക്കലും നടന്നു. ശ്രീവത്സൻ നമ്പൂതിരി, മുക്കം പാലമൂട് രാധാകൃഷ്ണൻ, മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സെക്രട്ടറി റാണി മോഹൻദാസ്, യൂണിവേഴ്സിറ്റി കോളേജ് അസോസിയേറ്റഡ് പ്രൊഫസർ അജയൻ പനയറ, അഡ്വക്കേറ്റ് സന്ധ്യ ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു.